അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാർ, രക്ഷിതാക്കള്, മുസ്തഫാഫി എന്ന യൂട്യൂബിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 7ാം തലത്തിലേക്ക് പുതുതായി തയ്യാർ ചെയ്ത ലിസാനുൽ ഖുർആനിന്റെ 7ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇതിൽ പറയുന്ന വിഷയം എന്താണ്? ജംഉ മുദക്കർ സാലിമാണ്. എന്താണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്? അവസാനത്തിൽ വാവ് നൂന് അല്ലെങ്കിൽ യാ നൂന് കൂടുതലാക്കൽ കൊണ്ട് രണ്ടെണ്ണത്തിനേക്കാൾ അറിയിക്കുന്ന കലിമത്തിനാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയാം. ഉദാഹരണമായി മുസ്ലിമുൻ, അത് മുഫ്രദാണ്, ഒരു മുസ്ലിമേ ഉള്ളൂ. അതിന്റെ ജംഉ മുദക്കർ സാലിമാണ് മുസ്ലിമൂന. മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 3 വേണം. 2ൽ കൂടുതൽ ഉണ്ടാകുമ്പോഴേക്ക് എന്താ പറയാ? മുസ്ലിമൂന എന്നാണ് പറയാ. ഈ മുസ്ലിമൂന എന്ന പദത്തിന്റെ അവസാനം വാവ് നൂനാണ്. അതല്ലെങ്കിൽ യാ നൂന് വരും, മുസ്ലിമീന എന്ന് വരും. അതും അർത്ഥം 2ൽ മുസ്ലിങ്ങൾ എന്നാണ്. എന്താണ് വ്യത്യാസം? റഫിന്റെ സമയത്ത് വാവ് നൂനും നസ്ബോ ജറോ ആകുന്ന സമയത്ത് യാ നൂനാണ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഇഅ്റാബ് എന്താണ്? വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറുൻ നസ്ബും. ഇനി നമുക്ക് പാഠം വായിക്കാം. നഹ്നു ഹിന്ദിയൂന, നമ്മൾ ഇന്ത്യക്കാരാണ്. ഇവിടെ ഹിന്ദിയൂന, ഹിന്ദുൻ എന്നതിന്റെ ജംഉ മുദക്കർ സാലിമാണ് ഹിന്ദിയൂന. ഇവിടെ റഫ് ആണ്. റഫ് ആവാൻ കാരണം എന്താണ്? നഹ്നു എന്ന മുബത്തദഇന്റെ ഖബറാണ് ഹിന്ദിയൂന. ഖബർ ഇഅ്റാബ് റഫാണ്. അപ്പൊ ഇവിടത്തെ റഫിന്റെ അടയാളം ഏതാണ്? വാവാണ്. ലൊമ്മിന് പകരം വാവാണ് ഇവിടെ റഫിന്റെ അടയാളം. നമുക്കൊന്ന് വായിക്കാം. അൽ ഹിന്ദു വതനുന, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. വനഹ്നു ഹിന്ദിയൂൻ, നാം ഇന്ത്യക്കാരാണ്. നഈശു ഫിൽ ഹിന്ദി ബിത്താഖി വത്തആവുൻ, നാം ഇന്ത്യയിൽ ജീവിക്കുന്നത് പരസ്പര സഹകരണത്തോടെയും സാഹോദര്യത്തെയും കൂടെയാണ്. അൽ മുസ്ലിമൂന വൽ ഹിന്ദൂക്കിയൂന വൽ മസീഹിയൂന വഗൈറുഹും ഹിദിൻ കഔലാദി ഉമ്മിൻ വാഹിദത്തിൻ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലാത്തവരും ഒരു ഉമ്മയുടെ മക്കളെ പോലെയാണ്, അഥവാ സാഹോദര്യത്തിലാണ് ജീവിക്കുന്നത് എന്നർത്ഥം. നറൽ മുസ്ലിമീന യദ്ഹബൂന ഇൽ മസാജിദി, നാം മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതായി കാണുന്നു. വൽ ഹിന്ദുക്കിയീന യദ്ഹബൂന ഇലൽ ഹയാക്കിലി, ഹിന്ദുക്കളെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായി നാം കാണുന്നു. വൽ മസീഹിയീന യദ്ഹബൂന ഇലൽ കനായിസ്, ക്രിസ്ത്യാനികളെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായിട്ടും നാം കാണുന്നു. റൂഹു സഖാഫത്തിൽ ഹിന്ദി അൽ വഹദത്തു ഫിത് തഅദ്ദുദി, ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മാവ് നാനാത്വത്തിൽ ഏകത്വമാണ്. ദസ്തൂർ വതനിന യഹ്തരിമു കുല്ല ദീനിൻ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു. വയസ്മഹു ലിൽ മുസ്ലിമീന വൽ ഹിന്ദൂക്കിയീന വൽ മസീഹിയീന വഗൈരിഹിം ബിത്തദയ്യുനി ബിഅയ്യി ദീനിൻ വബിനശ്രിഹി, മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അല്ലാത്തവർക്കും ഏത് മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അനുവാദം നൽകുന്നു. നുഹിബ്ബുൽ ഹിന്ദ വൽ ഹിന്ദിയീൻ, നാം ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടപ്പെടുന്നു. ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ. നുലാഹിദുൽ ജദ്വൽ, കോള നിരീക്ഷിക്കുക. നഹ്നു ഹിന്ദിയൂന, നാം ഇന്ത്യക്കാരാണ്. നുഹിബ്ബുൽ ഹിന്ദിയീന, നാം ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടുന്നു. നുഹ്സിനു ഇലൽ ഹിന്ദിയീന, നാം ഇന്ത്യക്കാരിലേക്ക് നന്മ ചെയ്യുന്നു. ഇവിടെ നഹ്നു ഹിന്ദിയൂന ഫസ്റ്റ് വാവ് കൊണ്ടാണ് പറഞ്ഞത്. 2ാമത്തെ കോളത്തിലെ യാവ് കൊണ്ടാണ്. 3ാമത്തെ കോളത്തിലും യാവ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. റഫിന്റെ സമയത്ത് വാവ് നൂനും നസ്ബിന്റെയോ ജറിന്റെയോ സമയത്ത് യാ നൂന കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇഅ്റാബ് അനുസരിച്ചാണ് ഇവിടെ മാറ്റം വന്നിട്ടുള്ളത് എന്നർത്ഥം. നമുക്കൊന്ന് വായിക്കാം. അൽ ബഹ്സു, ചർച്ച എന്താണ്? കലിമത്ത് ഹിന്ദിയൂന വ ഹിന്ദിയീന ഫിൽ അംസിലത്തി സാബിഖത്തി ജംഉൽ മുദക്കരി സാലിം,
മുന്നേ പറഞ്ഞ ഉദാഹരണത്തില് ഹിന്ദിയീന എന്ന പദം ജംഅ് മുദക്കർ സാലിമാണ്. ലിഅന്നഹാ ദല്ലത് അലാ അക്സറ മിൻ ഇസ്നൈനി, കാരണം അത് രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതൽ അറിയിക്കുന്നു. ഹിന്ദുക്കൾ എന്ന് പറയുമ്പോ മിനിമം 3 വേണം. ബിസിയാദത്തി വാവിൻ വനൂനിൻ ഔ യാഇൻ വനൂനിൻ ഫി ആഖിരിഹി, അതിന്റെ അവസാനത്തിൽ വാവന്നൂനും അതല്ലെങ്കിൽ യാഉനൂനും കൂടുതലാക്കിയിട്ട്. വകലിമത്തു ഹിന്ദിയൂന ഫിൽ മിസാലിൽ അവ്വലി മർഫൂഅത്തുൻ, ഒന്നാമത്തെ ഉദാഹരണമാകുന്ന ഹിന്ദിയൂന എന്നുള്ളത് മർഫൂആണ്. ലിഅന്നഹാ ഖബറുൻ, കാരണം അത് ഖബറാണ്. വഅലാമത്തു റഫിഹ അൽ വാവു, റഫിന്റെ അടയാളം വാവാണ്. വകലിമത്തുൽ ഹിന്ദിയീന ഫിൽ മിസാലി സാനി മൻസൂബ, രണ്ടാമത്തെ ഉദാഹരണത്തില് ഹിന്ദീന എന്നുള്ള പദം മൻസൂബാണ്. ലിഅന്നഹാ മഫ്ഊലുൻ ബിഹി, കാരണം അത് മഫ്ഊലുൻ ബിഹിയാണ്. വഅലാമത്തു നസ്ബിഹാ അൽ യാഉ, ഇതിന്റെ നസ്ബിന്റെ അടയാളം യാ ആണ്. വകലിമത്തുൽ ഹിന്ദീന ഫിൽ മിസാലി സാലിസി മജ്റൂറത്തുൻ, മൂന്നാമത്തെ ഉദാഹരണത്തിലെ ഹിന്ദിയീന എന്നുള്ള പദം മജ്റൂറാണ്. ലിഅന്നഹാ ജാഅത് ബഅദ ഇല, കാരണം ഇലക്ക് ശേഷം വന്നിട്ടുള്ളത്. ഇലൽ ഹിന്ദിയീന, ഇല വന്നതുകൊണ്ട് ഹിന്ദീന എന്നെനിക്ക് ഇഅ്റാബ് ജർറാണ്. വഅലാമത്തു ജർരിഹാ അൽ യാഉ, ജറിന്റെ അടയാളം യാഉമാണ്. ഇതാണ് ഇതിലെ ചർച്ച. ഇനി നോക്കൂ, ജംഉൽ മുദക്കരി സാലിമു കലിമത്തുൻ ദല്ലത് അലാ അക്സറ മിൻ ഇസ്നൈനി ബിസിയാദത്തി വാവിൻ വനൂനിൻ ഔ യാഇൻ വനൂനിൻ ഫി ആഖിരിഹാ. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ വാവും നൂനോ അതല്ലെങ്കിൽ യാഉ നൂനോ കൂടുതലാക്കൽ കൊണ്ട് രണ്ടെണ്ണത്തിനേക്കാൾ കൂടുതൽ അറിയിക്കുന്ന കലിമത്തിനാണ് ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഇതിന്റെ ഇഅ്റാബാണ് പറയുന്നത്. യുർഫഉ ജംഉൽ മുദക്കരി സാലിമി ബിൽ വാവി വയൻസബു വയജറു ബിൽ യാഇ. ജംഉ മുദക്കർ സാലിം വാവ് കൊണ്ട് റഫ്അ, യാഉ കൊണ്ട് ജർറു നസ്ബു. ഇനി തദ്രീബാത്ത് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, നുലാഹിദുൽ ഫർഖ ബൈനൽ മുഫ്രദി വൽ മുസന്ന വ ജംഉൽ മുദക്കരി സാലിം. മുഫ്രദിന്റെയും മുസന്നയുടെയും ജംഉ മുദക്കർ സാലിമിന് വ്യത്യാസം, അഥവാ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, മൂന്നെണ്ണത്തിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജാഅ ത്വാലിബുൻ, ഒരു വിദ്യാർത്ഥി വന്നു. റഅയ്തു ത്വാലിബൻ, ഒരു വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു. സ്നൈതു അലാ ത്വാലിബിൻ, ഞാൻ വിദ്യാർത്ഥിയെ സ്തുതിച്ചു. ഇവിടെ മൂന്നെണ്ണത്തിൽ മുഫ്രദാണ്. ഒന്നിൽ റഫ്, രണ്ടാമത്തെ നസ്ബ്, മൂന്നാമത്തെ ജറ്. ഇങ്ങനെ 3 ഇഅ്റാബിൽ മുഫ്രദായിട്ട് കൊടുത്തു. ഇനി മുസന്നയുടെ ഉദാഹരണമാണ്. ജാഅ ത്വാലിബാനി, 2 വിദ്യാർത്ഥികൾ വന്നു. റഅയ്തു ത്വാലിബൈനി, 2 വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. അസ്നൈതു അലാ ത്വാലിബൈനി, 2 വിദ്യാർത്ഥികളെ ഞാൻ സ്തുതിച്ചു. ഇവിടെ റഫ്, നസ്ബ്, ജറ്. ഈ രണ്ടെണ്ണത്തിൽ എങ്ങനെ റഫ്, നസ്ബ്, ജറ് വന്നു? ജാഅ ത്വാലിബാനി, ജാഅന്റെ ഫായിലാണ് ത്വാലിബാനി. ഇഅ്റാബ് റഫാണ്, അലിഫ് കൊണ്ട് റഫ്, മുസന്നയാണ്. റഅയ്തു ത്വാലിബൈനി, 2 വിദ്യാർത്ഥികളെ കണ്ടു. റഅയ്തു എന്ന ഫീൽ മഫ്ഊലാണ്, ത്വാലിബൈനി മഫ്ഊൽ ഇഅ്റാബ് നസ്ബാണ്. എന്തുകൊണ്ട് നസ്ബ് ഇവിടെ? യാ കൊണ്ട്, കാരണം മുസന്ന ആയതുകൊണ്ട്. അസ്നൈതു അലാ ത്വാലിബൈനി, ഇവിടെയും എന്താണ്? ഇവിടെ ഇഅ്റാബ് ജർറാൻ, കാരണം അല വന്നതുകൊണ്ട് ഇഅ്റാബ് ജർറാൻ. ഇവിടെ ജറിന്റെ അടയാളം ഏതാണ്? യാ ആണ്. ഇനി നമ്മളിപ്പോ പഠിച്ചത് ജാഅ ത്വാലിബൂന, 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾ വന്നു. റഅയ്തു ത്വാലിബീന, 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഞാൻ കണ്ടു. അസ്നൈതു അലാ ത്വാലിബീന, 2ൽ കൂടുതൽ വിദ്യാർത്ഥികളെ ഞാൻ സ്തുതിച്ചു. ഇവിടെ ജാ ത്വാലിബൂന, ജാ എന്ന ഫീലിന്റെ ഫായിലാണ് ത്വാലിബൂന. എന്താണ് ഇവിടെ റഫിന്റെ അടയാളം? ഏതാ? വാവാണ്, കാരണം ജംഉ സാലിം ഇഅ്റാബ് വാവ് കൊണ്ടാണ് റഫ്. റഅയ്തു ത്വാലിബീന, 2ൽ വിദ്യാർത്ഥികൾ ഞാൻ കണ്ടു. ഇവിടെ നസ്ബാണ്, കാരണം റഅയ്തു എന്ന ഫീലിന് മഫ്ഊലുൻ ബിഹി ആണ് ത്വാലിബീന, യാ കൊണ്ട് നസ്ബ്. ഇവിടുത്തെ നസ്ബിന്റെ അടയാളം യാ. അസ്നൈതു അലാ ത്വാലിബീന, ഇവിടെ ജറാണ്, അല വന്നതുകൊണ്ട് മജ്റൂറാണ്. ഇവിടുത്തെ ജറിന്റെ അടയാളം എന്താണ്? യാ ആണ്.
ഇതാണ് വ്യത്യാസം. ഇനി സെക്കൻഡ് ആക്ടിൽ നോക്കുന്നു, ലാഹിൽ മുഫ്രദ് വൽ ജംഉ, മുഫ്രദും ജമ്മും നിരീക്ഷിക്കുക. മുസ്ലിമുൻ ജം മുസ്ലിമൂന, ഒരു മുസ്ലിം രണ്ടിൽ കൂടുതൽ മുസ്ലിങ്ങൾ. ഹിന്ദിയുൻ ജമ ഹിന്ദിയൂന, ഒരു ഇന്ത്യക്കാരൻ രണ്ടിൽ കൂടുതൽ ഇന്ത്യക്കാർ. മസീഹിയൻ ജമ മസീഹിയോൻ, ഒരു ക്രിസ്ത്യാനി രണ്ടിൽ കൂടുതൽ ക്രിസ്ത്യാനികൾ. ഹിന്ദുക്കിയുൻ ജമ ഹിന്ദുക്കിയോൻ, ഒരു ഹിന്ദു രണ്ടിൽ കൂടുതൽ ഹിന്ദുക്കൾ എന്നിങ്ങനെ അർത്ഥം വരാം. മൂന്നാമത്തെ ആക്ടിവിറ്റി നുകമ്മിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്ത പോലെ പൂരിപ്പിക്കാം. അൽ മുഅ്മിനൂന, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഹളറൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ വന്നു. റഅയ്തുൽ മുഅ്മിനി ഫിൽ മസ്ജിദ്, ഞാൻ മുഅ്മിനീങ്ങളെ പള്ളിയിൽ കണ്ടു. സല്ലമൽ ഖതീബു അൽ മുഅ്മിനീൻ, ഖതീബ് മുഅ്മിനീങ്ങൾ സലാം പറഞ്ഞു. ഇനി ഞാൻ ഉണ്ടാക്കേണ്ട ഉദാഹരണം അൽ മുഅല്ലിമൂൻ വെച്ചുണ്ടാക്കാം. വസലൽ മുഅല്ലിമൂന, അധ്യാപകർ എത്തിച്ചേർന്നു. അക്രമൽ ഔലാദു അൽ മുഅല്ലിമീന, കുട്ടികൾ അധ്യാപകരെ ബഹുമാനിച്ചു. ദാരിസു ഹദിയത്തൻ ഇലൽ മുഅല്ലിമീൻ, വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് ഹദിയ കൊടുത്തു. ഇനി ഫോർത്ത് ആക്ടിവിറ്റി എന്താണ്? നുഹവ്വിൽ മുഫ്രദ ഇലാ ജംഇൽ മുദക്കരി സാലിം വനുകമ്മിൽ ജുംലത കമാ ഫിൽ മിസാൽ, മുഫ്രദിനെ ജംഉ സാലിമിലേക്ക് മാറ്റിയിട്ട് ജുംലയാക്കി പൂരിപ്പിക്കാം. നമുക്ക് നോക്കാം. ഫാസദ് ദാരിസു, വിദ്യാർത്ഥി വിജയിച്ചു. അത് മുഫ്രദാണ്. അതിന്റെ ജംഅ ഫാസദ് ദാരിസൂൻ, വിദ്യാർത്ഥികൾ വിജയിച്ചു. വാവുനൂനാണ് ജംഇ മുദക്കർ സാലിമിന്റെ അടയാളം. വാവുനൂന് ചേർത്ത് കൊടുക്കുക. തഅബൽ ആമിലു, തൊഴിലാളി ക്ഷീണിച്ചു. തഅബൽ ആമിലൂൻ, തൊഴിലാളികൾ ക്ഷീണിച്ചു. ഹന്ന അൽ വസീറു അൽ ഫായിസ, മന്ത്രി വിജയിയെ പ്രശംസിച്ചു. ഹന്ന അൽ വസീറു അൽ ഫായിസീൻ, മന്ത്രി വിജയികളെ പ്രശംസിച്ചു. നളർത്തു ഇലൽ ലാഇബി, കളിക്കാരനെ ഞാൻ നോക്കി. നളർത്തു ഇലൽ ലാഇബീൻ, കളിക്കാരെ ഞാൻ നോക്കി. ഇങ്ങനെ വേണ്ടത് പൂരിപ്പിച്ചു കൊടുക്കുക. ഫിഫ്ത്ത് ആക്ടിവിറ്റി എന്താണ്? നുകമ്മിൽ ഫറാഗ ബിൽ മുനാസിബി മിമ്മ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് പൂരിപ്പിക്കുക. റജഅൽ മുസാഫിറൂൻ, യാത്രക്കാർ മടങ്ങി. ഇവിടെ റജഅ എന്ന ഫീൽ, അതിന്റെ ഫായിലാണ് മുസാഫിറൂൻ. ഇവിടെ റഫിന്റെ അടയാളം വാവാണ്. അപ്പൊ അതാണ് പൂരിപ്പിക്കേണ്ടത്. 2, ലാ യുഹിബ്ബുല്ലാഹുൽ മുതകബ്ബിരീൻ, അല്ലാഹു കിബർ നടിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ ഇഷ്ടപ്പെടുകയില്ല. ഇവിടെ ലാ യുഹിബ്ബു എന്ന ഫീലിന്റെ മഫ്ഊലും ബിഹിയാണ് മുതകബ്ബിരീൻ. ഇവിടത്തെ നസ്ബിന്റെ അടയാളം യാ ആണ്. അതാണ് മുതകബ്ബിരീൻ തിരഞ്ഞെടുത്തത്. 3, അൻഅമല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു. അല വന്നത് കൊണ്ട് ഇവിടെ മുഅ്മിനീൻ എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം മജ്റൂറാണ്, യാ കൊണ്ട് ജറ്. മുഅ്മിനീന എന്നുള്ളത് ജറിന്റെ അടയാളമാകുന്ന യാ ഉണ്ട്. അപ്പൊ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി 6ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നഖറഉൽ ആയാതി താലിയതി വനക്തശിഫു മിൻഹാ ജംഅൽ മുദക്കർ സാലിം നുകമ്മിൽ ഫറാഗ കമാ ഫിൽ മിസാൽ, താഴെ കൊടുത്ത ആയത്ത് പാരായണം ചെയ്തിട്ട് അതിലെ ജംഅ മുദക്കർ സാലിം മനസ്സിലാക്കി പൂരിപ്പിക്കുക. ആയത്ത് എന്താ നോക്കൂ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിജയിച്ചു. ഇവിടത്തെ ജംഅ മുദക്കർ സാലിം ഏതാ? അൽ മുഅ്മിനൂൻ. ഇവിടത്തെ ഇഅ്റാബ് റഫ്ആണ്. കാരണം അഫ്ലഹ എന്ന ഫീലിന്റെ ഫായിലാണ്. ഫായിലിന്റെ ഇഅ്റാബ് റഫ്ആണ്. ഇവിടുത്തെ റഫിന്റെ അടയാളം വാവാണ്. ലഖദ് മന്നല്ലാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീൻ അല്ലാഹു അനുഗ്രഹം ചെയ്തു. ഇവിടെ അല വന്നത് കൊണ്ട് മുഅ്മിനീൻ. അപ്പൊ ഇവിടത്തെ ജംഉ മുദക്കർ സാലിം ഏതാ? അൽ മുഅ്മിനീൻ. ഇഅ്റാബ് ഏതാണ്? ജറാൻ. കാരണം അല വന്നത് കൊണ്ട്. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു കുഴപ്പമുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. ഇവിടത്തെ ജംഉ മുദക്കർ സാലിം മുഫ്സിദീൻ, ഇഅ്റാബ് നസ്ബാണ്. എന്താ കാരണം? ലാ യുഹിബ്ബു എന്ന ഫിഅലിന്റെ മഫ്ഊലും ബിഹിയാണ്. വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് ഖിയാമത്ത് നാളിൽ വിശ്വാസികൾ സന്തോഷിക്കും. ജംഉ മുദക്കർ സാലിം മുഅ്മിനൂൻ, ഇഅ്റാബ് റഫ്ആണ്. കാരണം യഫ്റഹു എന്ന ഫിഅലിന്റെ ഫായിലാണ്. ഇനി മുഅ്ജം ഡിക്ഷണറി, പ്രയാസപ്പെട്ട വാക്കുകളുടെ മീനിങ്. അൽ ഹിന്ദു, ഇന്ത്യ.
വത്തനുൻ രാജ്യം, ഹിന്ദിയൂൻ ഇന്ത്യക്കാര്, താഹിൻ പരസ്പര സാഹോദര്യം, താവുൻ പരസ്പര സഹകരണം, അൽ ഹിന്ദുക്കിയൂൻ ഹിന്ദുക്കൾ, അൽ മസീഹിയൂൻ ക്രിസ്ത്യാനികൾ, ഹൈക്കൽ ഹയാക്കിൽ ക്ഷേത്രം, സഖാഫത്തുൻ സംസ്കാരം, അൽ വഹദത്തു ഫി തഅദ്ദുദി നാനാത്വത്തിൽ ഏകത്വം, ദസ്തൂർ ഭരണഘടന, ഇഹ്തറമ യഹ്തരിമു മാനിച്ചു, സമഹ യസ്മഹു അനുവദിച്ചു, തദയ്യുൻ മതം സ്വീകരിക്കൽ, നഷ്റുൻ പ്രചരിപ്പിക്കൽ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.